ഹലോ എവ്രി വൺ, എല്ലാവരും എന്ത് പറയുന്നു? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നി മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസിൽ ഒത്തിരി കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ അവരുടെ സൂയിസൈഡ് ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും അങ്ങനത്തെ ഒരു ന്യൂസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഡിസ്റ്റർബിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് പേരൻസ് ആയിട്ടിരിക്കുന്നവരാണ്. നമ്മളുടെ അപ്ബ്രിങ്ങിങ് ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ആൺകുട്ടികളുടെ ആണെങ്കിലും ശരി പെൺകുട്ടികളുടെ ആണെങ്കിലും ശരി, അവരുടെ പേരൻസ് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നുവോ അല്ലെങ്കിൽ എന്ത് മാതൃകയായി കാണിക്കുന്നുവോ അതിനും വലിയൊരു പങ്കില്ലേ. നമ്മൾ പൊതുവേ ഒരു എന്താ പറയുക, ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെന്ന് പറയാൻ പറ്റില്ല, ഒരു ഇന്ത്യൻ തോട്ട് പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ പെൺകുട്ടികളാവുമ്പോൾ അവരെ കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാം ഒന്ന് സഹിക്കണം, മനസ്സിലാക്കണം വാട്ട് ഈസ് ഹാപ്പനിങ്, അതനുസരിച്ച് പ്രവർത്തിക്കണം, ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെങ്കിലും അത് കുറച്ച് അതൊക്കെ ഒന്ന് സഹിച്ച് ആവശ്യമുള്ളത് എന്താണെന്ന് മാത്രം നടത്തി അങ്ങനെ അങ്ങ് സന്തോഷിക്കുക അതിൽ, എന്നിട്ട് ജീവിക്കുക. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആൺകുട്ടികളാവുമ്പോൾ കുറച്ചും കൂടെ അവർക്കൊരു ഫ്രീഡം ഒക്കെ കൊടുത്ത് ഇറ്റ്സ് ഓക്കെ, അവർ ആൺകുട്ടികളല്ലേ. ഇങ്ങനെയും പറയാറുണ്ട്. ഇത് ശരിയാണോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം, ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പെൺകുട്ടികളും ജോലിക്ക് പോകുന്നു, ആൺകുട്ടികളും ജോലിക്ക് പോകുന്നു. അവരെന്താ ആൺകുട്ടികൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ജോലികളാണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും പെൺകുട്ടികൾ എടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു വേർതിരിവുള്ളത്? പിന്നെ ആ വേർതിരിവ് പെൺകുട്ടികളോട് കാണിക്കുന്നത് കൊണ്ട് അത് പെൺകുട്ടികൾ മാത്രം അതിൽ നിന്ന് പഠിക്കുന്നൊരു കാര്യമായി മാറുന്നില്ല. ചുറ്റിനുള്ള ആൺകുട്ടികൾ അത് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്? വി ക്യാൻ ബി ലൈക്ക് ദിസ്, കുറച്ചൊരു സുപ്പീരിയർ ആയിട്ടിരിക്കാം. പെൺകുട്ടികളാ മെൻ ടു ബി അടങ്ങി ഒതുങ്ങി ഒക്കെ അങ്ങനെ നിന്നോളൂ. എന്നിട്ടെന്താവും? ഇവർ തമ്മിൽ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കണവരെ ആൺകുട്ടിക്ക് എങ്ങനെയാണ് അടിച്ചു പൊളിച്ച് നടക്കണ ഒരു ഫ്രണ്ട്സ്, പെണ്ണുങ്ങളായിട്ടുള്ള ഫ്രണ്ട്സിന് ഇഷ്ടമാണ്. എന്താ പറയുക, പുറത്ത് പോകുന്നതാണെങ്കിലും ആക്ടിവിറ്റീസ്, അഡ്വെഞ്ചേഴ്സ്, അതിലൊക്കെ പെൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ എന്താ, വളരെ അടങ്ങി ഒതുങ്ങിയൊരു പെണ്ണ് വേണം. എത്ര കണ്ടാലും സഹിച്ച് ക്ഷമിച്ച് നിൽക്കണ ഒരു പെണ്ണ് വേണം. ഹൗ ഫെയർ ഇസ് ദാറ്റ്? അപ്പോൾ ഇത് അവർക്ക് മാത്രമല്ല ഈ ഒരു ഇതിൽ പങ്കുള്ളത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മാതാപിതാക്കളായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ എൽഡേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഈക്വലായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ റൂൾസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ക്രിമിനേറ്റിംഗ് ആസ് ബോയ് ആൻഡ് ഗേൾ, മക്കൾക്ക് തുല്യമായിട്ട് കൊടുക്കണം. അതിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും ശരി, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഒരുപോലെ ചെയ്തു കൊടുക്കണ്ടേ, പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ എന്താവും, അവർക്കും മനസ്സിലാവും, ഓക്കെ എൻ്റെ ജീവിതത്തിൽ പിന്നീട് വരുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയും ഒരു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഷീ ഈസ് എൻ ഇൻഡിവിജ്വൽ പോട്ടെ, ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ആൺകുട്ടീനെ വളർത്തുന്ന അമ്മമാരും അച്ഛന്മാരും അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടീനെ, ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഒരു അപ്പൻ്റെയും അമ്മയുടെയും വളരെ പൊന്നോമനയായി വളരുന്ന ഒരാളാണ്. വന്നു കഴിയുമ്പോൾ ആ കുട്ടീനെ
സംരക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതുമായ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ആൺകുട്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സന്മനസ് കാണിച്ചു കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം അമ്മയും അച്ഛനുമായിട്ടിരിക്കുന്ന ആ ഒരു കപ്പിൾ എന്ന് പറയുന്നവർ അത് ജീവിച്ചും കൂടെ കാണിച്ചു കൊടുക്കണം. അച്ഛൻ വീട്ടിലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാനിത് എൻ്റെ വൈഫിന് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുകയാണ്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്നത് പിള്ളേർ കാണുമ്പോൾ അത് അവരും ചെയ്തു തുടങ്ങും. പിന്നെ ഒരു പെൺകുട്ടീനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് പറയരുത്, കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ എന്ത് കണ്ടാലും ക്ഷമിച്ച് സഹിച്ച് അവിടെ കിടന്നോ, നാട്ടുകാർ അല്ലെങ്കിൽ എന്തു പറയും, ഇനി കുറച്ചൊക്കെ അങ്ങനെ സഹിച്ച് അവിടെ നിൽക്കേണ്ടി വന്നാലും ഇറ്റ്സ് ഓക്കെ, അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അവർക്ക് അവിടെ സഹിക്കാൻ പറ്റുന്നില്ലേ, ഹിയർ ദം ഔട്ട്. എന്താണ് പ്രശ്നം, ആക്ച്വലി അവിടെ ഒരു പ്രശ്നമുണ്ടോ? ഇനി വേറൊരു ഭാഗം കൂടെ ഉണ്ട്, ആൾക്കാരില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഇത്ര ഉള്ള കാര്യം ഇത്ര ആക്കിയിട്ട് പ്രശ്നമാക്കണം, അങ്ങനെയുണ്ട്. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. ജെന്യുവിൻലി ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഇഫ് ഷീ ഈസ് ഗോയിങ് ത്രൂ ടോർച്ചർ ഓവർ ദെയർ, ആ കുട്ടി അത് പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞിനെയൊക്കെ വളർത്തി ഉണ്ടാക്കി ഇത്ര വലുതാക്കിയേക്കണേ എന്തിനാണ്? നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണോ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? ഇനി അതും അല്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ ചുറ്റിനുള്ളവരെ കാണിക്കാനാണോ എൻ്റെ മകള് നന്നായി അവിടെ കഴിയുന്നുണ്ട് എന്ന്? ആ കുട്ടിയുടെ ജീവിതം അവിടെ നന്നായി പോകുന്നില്ലെങ്കിൽ അത് കേട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ആൻഡ് അതിലെന്ത് വരികയാണെങ്കിലും ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കടമ പേരൻസിനും എൽഡേഴ്സിനും ഉണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിലോട്ടൊക്കെ എത്തിപ്പെടാതിരിക്കാൻ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അതായത് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മാതൃകയായി ജീവിക്കുക. ഓരോരുത്തരും കുറേശ്ശെ ശ്രമിച്ചാൽ മതി. ഇങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ടു സം എക്സ്റ്റെൻറ്റ് നമ്മുടെ വീട്ടിലുള്ളവരുടെ ജീവിതം നമുക്ക് നന്നാക്കാൻ പറ്റില്ലേ? എല്ലാം പൊട്ടി തെറ്റും ശരിയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അത് കളഞ്ഞു കുളിച്ചിട്ടുള്ള കളികൾ വേണ്ട. അതിന് നമ്മളൊരു പേരിടുകയാണ്. എന്ത്? കല്യാണം കഴിഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇഫ് ഇറ്റ്സ് ഓൺലി അഡ്ജസ്റ്റ്മെൻറ്റ് ദെൻ ഇറ്റ്സ് നോട്ട് ലൈഫ്, റൈറ്റ്? അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊരു സ്ഥലത്ത് കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളായി പൊരുത്തപ്പെട്ട് അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുക. ഇഫ് ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് ബീങ് എന്താ പറയുക, ആൻഡ് ദ പേഴ്സൺ ഈസ് ബീങ് ലവ്ഡ് ഫോർ വാട്ട് ഷീ ഓർ ഹീ ഈസ് ഡൂയിങ്, വെൽ ആൻഡ് ഗുഡ്. അങ്ങനെയാണ് വേണ്ടത്. ഒരു മാരേജ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് ഇഫ് ഇറ്റ്സ് ഓൺലി അഡ്ജസ്റ്റ്മെൻറ്റ് ത്രൂ ഔട്ട് ദെൻ ദാറ്റ് ഇസ് നോട്ട് കോൾഡ് ആസ് ലൈഫ്. ഇതൊക്കെ പറഞ്ഞ് ഒന്ന് പേരൻസ് ആയിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ മുതിർന്നവരായിട്ടിരിക്കുന്നവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, മോറൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ തന്നെ സ്വസ്ഥമായി സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മളും കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയോടെ ഇന്നിവിടെ നിർത്തുന്നു. Till we meet again in another video. Bye bye.